നമസ്കാരം. പശ്ചിമേഷ്യയിൽ വീണ്ടും നയതന്ത്ര നീക്കങ്ങളും സൈനിക നീക്കങ്ങളുമൊക്കെ ഒരുപോലെ ചൂടുപിടിക്കുന്ന വാർത്തയാണ് ഇന്ന് ഇറാനിൽ നിന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ലോകം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഹോർമൂസ് കടലിടുക്കിലെ പുതിയ നീക്കങ്ങളെക്കുറിച്ചും ഇറാൻ സൈന്യത്തിൻ്റെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ നിരയെക്കുറിച്ചുമൊക്കെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി നൽകുന്ന നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കണം. ആ വെളിപ്പെടുത്തലുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി സംസാരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താ? ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ വിഷയത്തിൽ നൽകുന്നൊരു വിശദീകരണം വളരെ വ്യക്തമാണ്. ഇറാനും ഒമാനും തമ്മിൽ ഒരു താൽക്കാലിക ഗതാഗത റൂട്ടിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ റൂട്ടിൻ്റെ കാര്യത്തിൽ വളരെ വേഗത്തിൽ ഒരു അന്തിമ ഫലത്തിലെത്താൻ സാധിക്കുമെന്നാണ് ഇറാൻ കരുതുന്നത്. നിലവിൽ ഈ റൂട്ടിൻ്റെ മാപ്പുകൾ തയ്യാറാക്കുന്നത് രണ്ട് രാജ്യങ്ങളുടെയും സായുധ സേനകളാണ്. ശ്രദ്ധിക്കണം, ഈ രണ്ട് രാജ്യങ്ങളുടെ നാവികസേനകൾ തമ്മിൽ പലവട്ടം ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അതിൻ്റെ അവസാനഘട്ട വിശദാംശങ്ങളാണ് ഇപ്പോൾ അന്തിമമായി സെറ്റ് ചെയ്തിങ്ങനെ കൊണ്ടിരിക്കുന്നത്. വളരെ വേഗം തന്നെ ഈ ചർച്ചകൾ വിജയകരമായി അവസാനിപ്പിക്കാൻ, അത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഇറാൻ പ്രതീക്ഷിക്കുന്നതും. അതാണ് അബ്ബാസ് അരാക്ചിയുടെ ഒരു ആമുഖം എന്ന് പറയുന്നത്. ഒമാനുമായിട്ടുള്ള ഇറാൻ്റെ ചർച്ചകൾ പ്രധാനമായിട്ട് ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗത റൂട്ട് കൃത്യമായി നിർണ്ണയിക്കുന്നതിനാണ്. പണ്ട് മുതലേ ഇവിടെ ഒരു ജലഗതാഗതത്തിനായിട്ടൊരു TSS എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേക ഒരു റൂട്ട് നിലവിലുണ്ടായിരുന്നു. എന്നാൽ സമീപകാലത്തുണ്ടായ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധ സാഹചര്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ കാരണം പഴയ ആ റൂട്ട് മാറ്റേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് രണ്ടു കൂട്ടരും തീരുമാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ. അതുകൊണ്ടാണ് ഒരു പുതിയ TSS റൂട്ടിനായിട്ട് ഇറാൻ ഒമാനുമായിട്ട് ചർച്ച നടത്തുന്നത്. എന്നാൽ ഇതൊരു പുതിയ സ്ഥിരമായ ഒരു റൂട്ട് തീരുമാനിക്കുന്നതിന് ചില സാങ്കേതികവും നിയമപരമായിട്ടുള്ള സങ്കീർണതകൾ ഉണ്ട്, വലിയ സങ്കീർണതകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെട്ടെന്ന് നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു താൽക്കാലിക റൂട്ടിനെ കുറിച്ചാണ് ഈ രണ്ട് രാജ്യങ്ങളും സംസാരിക്കുന്നത്. ഈ താൽക്കാലിക റൂട്ട് തന്നെയാണ് ഭാവിയിൽ വരാൻ പോകുന്ന അന്തിമ TSS റൂട്ടിൻ്റെ അടിസ്ഥാനമായിട്ട് മാറുകയും ചെയ്യാം. ചുരുക്കം പറഞ്ഞാൽ അന്താരാഷ്ട്ര ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളനുസരിച്ച് നിലവിലുള്ള കപ്പൽച്ചാലുകളെ പെട്ടെന്ന് അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. പക്ഷേ താൽക്കാലികമായി മാറ്റിയ ശേഷം പിന്നീട് സ്ഥിരപ്പെടുത്തുക എന്നുള്ള ഒരു നയം, അതായത് ഒമാൻ്റെയും ഇറാൻ്റെയും ചൊൽപ്പടിക്ക് ഹോർമൂസ് വരാൻ പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന. എന്നാൽ ഇവിടെ നമ്മൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇറാനും ഒമാനും ഇടയിൽ ഇത്തരം ഒരു താൽക്കാലിക റൂട്ട് സ്ഥാപിച്ചു എന്നതുകൊണ്ട് മാത്രം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറന്നു നൽകി എന്നർത്ഥമാക്കുന്നില്ല. കടലിടുക്ക് പൂർണ്ണമായി തുറക്കുന്നത് മറ്റു പല സുപ്രധാന വ്യവസ്ഥകൾക്കും കൂടി വിധേയമായിട്ടായിരിക്കും. അതായത് അമേരിക്ക ചെയ്തു കൂട്ടിയുടെ ധാരണാപത്രത്തിൻ്റെ ചില ലംഘനങ്ങൾ ഓരോന്നായിട്ട് പരിഹരിക്കപ്പെടണം. അമേരിക്ക വരുത്തി വെച്ചിട്ടുള്ള സകല വീഴ്ചകൾക്കും സകല നഷ്ടങ്ങൾക്കും കൃത്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണം. അത് പരിഹരിച്ചാൽ മാത്രമേ ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനെ കുറിച്ച് ഇറാനിലെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന് ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ടുണ്ട്. ഇതെപ്പോൾ പറയാൻ തുടങ്ങിയതാ? അതായത് ഹോർമൂസിന് എന്ന് ഇറാൻ കൈവച്ചു തുടങ്ങിയോ അന്ന് ഈ ഹോർമൂസിന് എപ്പോൾ പോകണം, എങ്ങനെ പോകണമെന്ന് ഇറാൻ തീരുമാനിക്കും. അതായത് ഇറാന് നഷ്ടം കൊടുക്കേണ്ടി വരും ഇത് അവസാനിപ്പിക്കാൻ. ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും അമേരിക്ക ഇറാന് മേൽ വരുത്തി വെച്ചിട്ടുള്ള സകലത്തിന് നഷ്ടം തരേണ്ടി വരും എന്നുള്ള ഇറാൻ്റെ അന്നത്തെ മാസങ്ങൾക്ക് മുമ്പുള്ള ആ നിലപാടിൽ നിന്ന് ഒരു ഇഞ്ച് ഇതുവരെ മാറിപ്പോയിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അതായത് ഇത് ആദ്യം തീരുമാനിച്ചാരാ? ആയത്തുള്ള അലി ഖൊമൈനി അടക്കം മുഴുവൻ ആൾക്കാരെയും കൊല്ലപ്പെട്ടു. ഇപ്പോൾ മുസ്തഫ ഖൊമൈനി അതിൽ പിന്നീട് കൊല്ലപ്പെട്ടൊന്നും അതിൽ തന്നെ കൊല്ലപ്പെട്ടൊന്നും അല്ല, മരണാസന്നനായി കിടക്കുന്നുവെന്നും ഗുരുതരാവസ്ഥയിലാണെന്നൊക്കെ വാർത്ത വരുന്നുണ്ട്. എന്തോ ആയിക്കോട്ടെ, ഏതായാലും ഒരുമാതിരിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടു. എന്നിട്ടും ആ തീരുമാനത്തിന് മാറ്റം വന്നിട്ടില്ല മനസ്സിലാക്കണം. ഈ സമയത്തും ഏതായാലും ആ ഒരു തീരുമാനം അന്തിമ തീരുമാനമായിരിക്കും അമേരിക്ക മുട്ടുമടക്കേണ്ടി വരും. നിലവിൽ ഇപ്പോൾ ഈ ഹോർമൂസ് കടലിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾക്കെല്ലാം കാരണം അമേരിക്ക ഒരു കരാറുണ്ടാക്കിയിരുന്നല്ലോ ഇതിനു മുമ്പ്. കരാറ് ഒപ്പുവെച്ചതുമാണ്. ആ കരാറ് ലംഘിച്ചതാണ് എന്നാണ് അബ്ബാസ് അരാക്ചി തുറന്നു പറയുന്നത്. മുമ്പുണ്ടാക്കിയിട്ടുള്ള ധാരണാപത്രത്തിലെ ക്ലോസ് 5 ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സമില്ലാതെ നടക്കുന്നു എന്ന് ഉറപ്പാക്കാൻ ഇറാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആ ക്ലോസിൽ പറയുന്നത്. ഇറാനാകട്ടെ ആ കടമ ആ സൗകര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഒരുക്കി റെഡിയാക്കി വരികയായിരുന്നു. ക്ലോസ് 5 അനുസരിച്ചിട്ട് ധാരണാപത്രം നിലവിൽ വന്ന് 1 മാസത്തിനുള്ളിൽ കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുമ്പുള്ള അതേ അളവിലേക്കും അവസ്ഥയിലേക്കും തിരികെ കൊണ്ടുവരേണ്ടതായിരുന്നു ആ കരാർ പ്രകാരം. ഇറാൻ അത് കൃത്യമായി ആ ഒരു അവസ്ഥയിലേക്ക് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ട്രംപിന് അങ്ങോട്ട് കരിയിളകിയത്. ധാരണാപത്രം നടപ്പിലാക്കിയത് 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ കടലിടുക്കിലുള്ള കപ്പൽ ഗതാഗതം യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ 60% തിരികെ എത്തിയതെന്ന് നമുക്കറിയാം. അതായത് എണ്ണ സാർവത്രികമായി അങ്ങോട്ട് പോയാൽ വരെയും ചെയ്തിരുന്നു. വളരെ ആശ്വാസമായിരുന്നു. നമുക്കിവിടെ എണ്ണ ലഭ്യത ഉണ്ടായി, അതുപോലെ ഗ്യാസിൻ്റെ പ്രതിസന്ധി മാറുന്നു എന്നുള്ളൊരു ആശ്വാസം ഉണ്ടായി, അതൊക്കെ ഉണ്ടായിരുന്നു. ഗതാഗതം കൂടുതൽ സാധാരണ നിലയിലേക്ക് ഇങ്ങനെ
വന്നുകൊണ്ടിരിക്കുമ്പോൾ, അത് 60% കടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക പെട്ടെന്ന് ചില റൂട്ടുകൾ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചത്. അതായത് ഇറാൻ ഉണ്ടാക്കി വെച്ച കരാർ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള കരാർ പ്രകാരം ഉണ്ടാക്കി വെച്ച റൂട്ടിലൂടെ കാര്യങ്ങളിങ്ങനെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അമേരിക്ക സ്വന്തം നിലയ്ക്ക് കുറച്ച് റൂട്ട് അങ്ങോട്ട് ഉണ്ടാക്കി ഹോർമൂസിലൂടെ. അത് ഒരു പ്രതിസന്ധിയായി, കരാർ ലംഘനമായി. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ മാനേജ്മെന്റിനെ, അധികാരത്തെയൊക്കെ ചോദ്യം ചെയ്ത് അതിനെയൊക്കെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് അമേരിക്ക ഇത്തരത്തിലൊരു പുതിയ വഴി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു. ഇറാന് അങ്ങോട്ട് കോലിടുകയും ചെയ്തു. ഇത്തരം പുതിയ റൂട്ടുകളുമൊക്കെ പുതിയ കോറിഡോറുകളൊക്കെ തനിയെ സൃഷ്ടിക്കുന്നത് ധാരണാപത്രത്തിന് തീർത്തും വിരുദ്ധമാണ് എന്ന് ഇറാൻ പലതവണ അമേരിക്കയെ ചൂണ്ടിക്കാണിക്കുകയും മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. എന്നാൽ അമേരിക്ക ഈ മുന്നറിയിപ്പുകളൊന്നും വകവയ്ക്കാതെ ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള ഔദ്യോഗിക റൂട്ടുകൾക്ക് പുറത്തുള്ള മറ്റു വഴികളിലൂടെ കപ്പലുകളെ നയിക്കാൻ, നിങ്ങൾ പൊയ്ക്കോ ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കപ്പലുകളെ ഇങ്ങനെ പറഞ്ഞു വിടാൻ തുടങ്ങി. അമേരിക്ക സംരക്ഷിച്ചോളും എന്ന വിശ്വസിച്ചുകൊണ്ട് ഇറാനെയും ഒമാനെയൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് പോയ കപ്പലുകളെയാണ് ഇറാൻ കയറി ആക്രമിച്ചതും അതിൻ്റെ ദുരന്ത ഫലമാണ് ഇപ്പോൾ ഹോർമൂസിൽ കടലിടുക്ക് കാണുന്ന ഈ ഒരു പ്രതിസന്ധികളെല്ലാം ഉണ്ടായതും. അതായത് കപ്പൽ ഗതാഗതം നിലച്ചു പോണ സാഹചര്യം ഉണ്ടായി. അന്താരാഷ്ട്ര ധാരണാപത്രങ്ങൾ ലംഘിക്കാൻ ശ്രമിക്കുന്ന ആരെയും വെറുതെ വിടാൻ ഇറാൻ തയ്യാറല്ല എന്നും അത്തരം ലംഘനങ്ങൾക്കൊന്നും മറുപടി നൽകാതിരിക്കാനാവില്ല എന്നുമാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കുന്നത്. വളരെ വ്യക്തമായിട്ട് തന്നെ അദ്ദേഹം പറയുന്നുണ്ടത്. ഈ മീറ്റിംഗിൽ ഈ വിഷയത്തോടൊപ്പം ഹോർമൂസിനോടൊപ്പം അബ്ബാസ് അരാഗ്ചി മറ്റു ചില കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതായത് കാസ്പിയൻ കടൽ കൺവെൻഷനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില വിവരങ്ങളും കൂടി വിദേശകാര്യമന്ത്രി പങ്കുവച്ചിരുന്നു. 2018-നും 2019-നും ഇടയിലുള്ള കാലയളവിൽ മുൻ സർക്കാരുകളുടെ സമയത്ത് കാസ്പിയൻ കൺവെൻഷൻ കരാറിൽ ഇറാനും കാസ്പിയൻ കടലിലെ മറ്റ് 4 രാജ്യങ്ങളും തീരരാജ്യങ്ങളും ഒക്കെ ഒപ്പുവെച്ചിട്ടുണ്ട്. നിലവിലെ ഇറാനിയൻ സർക്കാർ ഈ വിഷയം ഇസ്ലാമിക് കൺസൾട്ടേറ്റീവ് അസംബ്ലി അഥവാ ഇറാന്റെ പാർലമെന്റിലേക്ക് റഫർ ചെയ്തിരിക്കുകയുമാണ്. ഈ കൺവെൻഷനിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇറാന്റെ പാർലമെന്റാണ്. പാർലമെന്റ് എടുക്കുന്ന എന്ത് തീരുമാനവും അംഗീകരിക്കാൻ സർക്കാർ ബാധ്യസ്ഥരുമാണ്. കാസ്പിയൻ കടലിലെ മറ്റ് 4 രാജ്യങ്ങളും ഈ കൺവെൻഷനിൽ ഇതിനകം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി അത് നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക് കൺസൾട്ടേറ്റീവ് അസംബ്ലിയുടെ അംഗീകാരം കൂടി ലഭിക്കണം. പൊതുജനങ്ങൾക്കിടയിൽ കാസ്പിയൻ കടലിലെ ഇറാന്റെ വിഹിതത്തെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. കാസ്പിയൻ കടലിലെ ബേസ് ലൈന്, സീബെഡ്, സബ്സോയിൽ വിഭജനം എന്നിവയെക്കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണമാണ് ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുള്ളത്. അതായത് കൺവെൻഷൻ ചർച്ചകൾ നടക്കുമ്പോൾ ഈ 3 വിഷയങ്ങളും വലിയ തർക്കങ്ങൾക്ക് അന്ന് വഴിതെളിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും കൺവെൻഷന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണ്. കാസ്പിയൻ തീരരാജ്യങ്ങൾ തമ്മിലുള്ള ഇരുപക്ഷ ചർച്ചകളിലൂടെ മാത്രമേ ഇനി ഇവ തീരുമാനിക്കപ്പെടുള്ളൂ. ചുരുക്കത്തിൽ ഇപ്പോൾ നിലവിലുള്ള കൺവെൻഷനിൽ ഇറാന്റെ വിഹിതം എന്ന വിഷയം തീർത്തും പരാമർശിക്കപ്പെടുന്നില്ല. അതൊരു ചർച്ചാ വിഷയമേ അല്ല. എന്നാൽ റഷ്യ ഉൾപ്പെടെയുള്ള മറ്റ് കാസ്പിയൻ കടൽ രാജ്യങ്ങൾ ഈ കൺവെൻഷൻ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. ഈ മേഖലയിൽ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചില സുപ്രധാന വ്യവസ്ഥകളുണ്ട്. കാസ്പിയൻ കടലിൽ ഒരു വിദേശ സൈനിക ശക്തിയുടെയും ഒരാളുടെയും ഒരു ശക്തികളുടെയും സാന്നിധ്യം പാടില്ല എന്നൊരു കർശന നിയമം ഇതിലൊന്നാണ്. മേഖലയിലെ സുരക്ഷയ്ക്ക് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ്. ഈ കൺവെൻഷൻ പാർലമെന്റ് അംഗീകരിച്ച് പൂർണ്ണമായി നടപ്പിലാക്കുന്നത് വരെ കാസ്പിയൻ തീരരാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യം വിദേശ ശക്തികളുമായി സൈനിക സഹകരണത്തിൽ ഏർപ്പെട്ടാൽ അവരെ കുറ്റപ്പെടുത്താൻ മറ്റുള്ളവർക്ക് നിയമപരമായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നടപ്പിലാക്കാൻ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇറാൻ അമേരിക്ക യുദ്ധം തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇസ്രായേൽ ഇറാനെ കയറി അടിക്കുമ്പോൾ, അമേരിക്ക അതിന് കൂട്ടുപിടിക്കാൻ വരുമ്പോൾ, അവസാനം അമേരിക്കയും ഇറാനും കൂടി അടിക്കുമ്പോൾ അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാര്യങ്ങൾ ഇങ്ങനെയാണ് എത്തുക എന്നുള്ളത്. സത്യത്തിൽ ഇപ്പോൾ പന്ത് 100% ഇറാന്റെ കോർട്ടിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് അടിയറവ് പറയേണ്ടി വരും. ട്രംപിന് ഉദ്ദേശിച്ച ഒരു കാര്യം നടക്കൂല. ഇറാന്റെ എണ്ണ കിട്ടില്ല, ഇറാന്റെ യുറേനിയം കിട്ടില്ല, ഒന്നും കിട്ടില്ല. ഒരു 100 വരുന്ന അവരുടെ വൈമാനിക സംവിധാനങ്ങളെല്ലാം നശിച്ച് നാറാണക്കലകളിൽ സാമ്പത്തികവും പോയി. പശ്ചിമേഷ്യയിലെ സകല താവളങ്ങൾക്കും കേടുപാടും പറ്റി അവസാനം നാണം കെട്ട് തരിപ്പടമായിട്ട് തിരിച്ചു പോകാനാണ് ട്രംപിന്റെ വിധി. Different angles. Don't forget to subscribe and support this channel.